സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിംഗ് ഒരു കോഡ് എഴുതുന്ന സമയത്ത്, ഒരു സി പ്രോഗ്രാമിംഗിന്റെ കോഡ് എഴുതുന്ന സമയത്ത് അതിന്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ കോഡ് എഴുതുന്നത്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് നമുക്കറിയാം, കോഡ് എഴുതുന്ന സമയത്ത് അതിന് പല ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സി പ്രോഗ്രാമിംഗിനെ നമ്മളൊരു കോഡ് എഴുതുന്ന സമയത്ത് പല ഡിഫറെന്റ് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ആണ് ഡോക്യുമെന്റ് സെക്ഷൻ. document section. Document section. നമ്മളറിയാം, നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റീയൂസബിലിറ്റി ആണ്. നമ്മളൊരു കോഡ് എഴുതാം. ഒരു ഏതെന്ന ഒരാള് എന്തായിരിക്കും ഒരു കോഡ് എഴുതി. ഇപ്പം ഫോർ എക്സാമ്പിൾ സം ഓഫ് 2 നമ്പേഴ്സ് എന്നൊരു കോഡ് എഴുതി. അപ്പൊ ബി എന്ന് പറയുന്നത് വേറൊരു പേഴ്സൺ ഒരു ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് വേണം? ഒരു കോഡ് വേണം. നമ്മളൊരു ഇപ്പം A+B ഒരു 2 നമ്പർ ആഡ് ചെയ്യുന്ന ഒരു കോഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എന്ത് യൂസ് ചെയ്യും? ഈ കോഡ് എന്റെ കോഡ് എന്തായിരിക്കും? ഈ ബി എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. അതാണ് യൂസബിലിറ്റി. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ, നമുക്കൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ ചെയ്യണം. അപ്പൊ ഡോക്യുമെന്റേഷൻ കാരണം നമുക്കറിയാൻ പറ്റും ഈ കോഡ് എന്തിനു വേണ്ടിയിട്ടുള്ള കോഡാണ്, ഇതിന്റെ യൂസേജ് എന്ത് കോഡാണെന്ന് നമുക്ക് കോഡ് നോക്കാണ്ട്. ഇപ്പൊ നമുക്കറിയാം, ജസ്റ്റ് ഒരു 4 ലൈൻസിലെ കോഡാണെങ്കിൽ നമുക്ക് കോഡ് നോക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഹ്യൂജ് നമ്പർ ഓഫ് ലൈൻസിൽ ഒരു കോഡ് വരുന്ന സമയത്ത് ആ കോഡ് എന്തിനാണെന്ന് അറിയണമെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് കോഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ ഡോക്യുമെന്റേഷനിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ ഒരു കോഡ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എന്തായിരിക്കും? ഒരു യൂസർ ഒരു ഡോക്യുമെന്റേഷൻ പാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും ആ കോഡിനെ. അപ്പൊ ആ ഡോക്യുമെന്റേഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഓതേഴ്സ് യൂസർ ഇൻഫർമേഷൻ ഉണ്ടാവും. പിന്നെ ഡേറ്റ് ഓഫ് ഡെവലപ്മെന്റ്, ആ കോഡ് ഉണ്ടാക്കിയ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ടൈം ഓഫ് ഡെവലപ്മെന്റ്, ലാസ്റ്റ് എന്തായിരിക്കും? ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ആ കോഡ് എന്തിനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അത് ഇതായിരിക്കും നമ്മൾ ഡോക്യുമെന്റേഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡോക്യുമെന്റേഷൻ പാർട്ടിൽ ഒരു യൂസർ ഇൻഫർമേഷൻ, മെയിൻ ആയിട്ട് ആരാണ് ആ കോഡ് ഉണ്ടാക്കിയത്, പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ ഡെവലപ്മെന്റ്, ആ കോഡ് ഉണ്ടാക്കിയ ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ എന്തായിരിക്കും ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ ഒരു സം ഓഫ് 2 നമ്പേഴ്സ് ആണെങ്കിൽ പ്രോഗ്രാം ഓഫ് 2 നമ്പേഴ്സ് എന്നിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അതിൽ കിട്ടാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഫസ്റ്റത്തെ ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എൻറ്റയർ കോഡ്, ഇപ്പൊ നമ്പർ ഓഫ് ലൈൻസിലുള്ള കോഡ് നോക്കാണ്ട് ആ കോഡ് വെച്ച് മനസ്സിലാക്കണ്ട ഈ കോഡ് ഇതിനാന്ന് മനസ്സിലാക്കേണ്ടത് പകരം ഈ ജസ്റ്റ് ഈ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കും? ഈ കോഡ് ഈ പർട്ടിക്കുലർ കാര്യമാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ മനസ്സിലാക്കും. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി യൂസ്ഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേഗം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഡോക്യുമെന്റേഷൻ. ഈ ഡോക്യുമെന്റേഷൻ വേറെ പ്രത്യേകം പറഞ്ഞാൽ ഇറ്റ് ഇസ് കമന്റ്സ് ആയിട്ടായിരിക്കും നമ്മളെ റെപ്രസെന്റ്. കമന്റ്സ് ആയിട്ടായിരിക്കും. കമന്റ്സിന്റെ തരം പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? ഇതിനെ ഒരു ഒബ്ജക്ട് കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇതെന്തായിരിക്കും? ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നില്ല നമ്മൾ ഈ കമന്റ്സിനെ. അപ്പം ഈ ഒരു ഓതർ XYZ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഫൈനൽ ഡിസ്ക്രിപ്ഷൻ, പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കമന്റ്സിലൂടെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കമന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സിംഗിൾ ലൈനിനെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് // ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ലൈൻസ്, നമുക്കൊരു കുറെ ലൈൻസിനെ കമന്റ് ചെയ്യാം. ഈ ഇത്രയും നമുക്കിപ്പോ ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? ഇതിനെ നമ്മൾ ഒബ്ജക്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യില്ല.
അപ്പൊ എന്തായിരിക്കും നമുക്ക് എക്സിക്യൂട്ടബിൾ ആവുന്നതല്ല ഈ കമന്റ്സ്. അപ്പൊ കമന്റ്സിനകത്ത് എന്തായിരിക്കും നോർമലി എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷെ എന്തായിരിക്കും ഇതൊരു നമുക്ക് കമന്റ്സ് നോക്കിയിട്ട് എന്തായിരിക്കും ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ ലൈൻ കമാൻഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, സിംഗിൾ ലൈൻ കമാൻഡ്. ഇനി ഇത് മൾട്ടിപ്പിൾ ലൈൻസിന് നമുക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഡീലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് മൾട്ടിപ്പിൾ ലൈൻസിനെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ വരുന്നത്. ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ എന്തായിരിക്കും നമ്മൾ ഒബ്ജക്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യില്ല, മെയിൻ ആയിട്ട് കമന്റ്സ് ആയിട്ട് നമ്മൾ ബേസിക് ഇൻഫോർമേഷൻ അബൌട്ട് ദാറ്റ് പ്രോഗ്രാം ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെക്സ്റ്റ് സെക്ഷൻ ലിങ്ക് സെക്ഷൻ. ലിങ്ക് സെക്ഷൻ നമ്മൾ സി പ്രോഗ്രാമിന്റെ നെക്സ്റ്റ് സെക്ഷൻ ആണ് ലിങ്ക് സെക്ഷൻ. ആ ലിങ്ക് സെക്ഷനിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെഡർ ഫയൽസ് ആണ്. ഹെഡർ ഫയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹെഡർ ഫയൽസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, പ്രീ ഡിഫൈൻഡും അതേപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഓൾറെഡി അതിന്റെ കോഡൊക്കെ ഇപ്പം അവൈലബിൾ ആയിരിക്കും. പക്ഷെ യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻസിന്റെ കോഡായിരിക്കും. ഇപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇപ്പോൾ ഹെഡർ ഫയൽസ് എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ stdio എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസിന് സ്റ്റോർ ചെയ്യുന്ന ലൈബ്രറിയാണ് stdio. അപ്പം ഇതിൽ നമുക്കൊരു ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് printf അതേപോലെ തന്നെ scanf. printf എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നതാണ്. scanf എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഇൻപുട്ട്. നമുക്ക് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾസിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് scanf യൂസ് ചെയ്യുന്നത്, ടു ടേക്ക് ഇൻപുട്ട്. അപ്പം ഈ യൂസർ ഡിഫൈൻഡ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഫംഗ്ഷൻസ് ആണ് printfഉം scanfഉം. കാരണം ഇതൊക്കെ നമുക്ക് അറിയാം ഈ printf എന്ന് പറഞ്ഞാൽ എന്തിനാണ്, അതിന്റെ കോഡ് എന്താണ്. നമുക്ക് printf എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിന് നേരെ കൊടുത്താലും അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. അതിനെ നമ്മൾ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു printf എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, printf എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതിൽ ഓൾറെഡി എന്തായിരിക്കും കോഡൊക്കെ സെറ്റ് ആയിരിക്കും. ഈ printf എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ദി ഔട്ട്പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിട്ട് ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് എന്തായിരിക്കും ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ സ്റ്റോർ ആയിരിക്കും. അപ്പൊ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ സ്റ്റോർ ആയിരിക്കും. scanf ആണെങ്കിൽ ടു ടേക്ക് ഇൻപുട്ട്. ഇത് രണ്ടും നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ സ്റ്റോർഡ് ആയിരിക്കും നമ്മുടെ ഈ printfഉം scanfഉം. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കോഡ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി എന്താണ് യൂസറായിട്ട് നമ്മുടെ ലൈബ്രറീസിൽ ഉണ്ടാവും. ഈ ഹെഡർ ഫയൽസിന്റെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ലിങ്കർ വെച്ചിട്ട് എന്തായിരിക്കും ഈ printfനെ നമുക്ക് എന്തായിരിക്കും ഈ printf നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഈ ഒരു കോഡില് നമ്മൾ പുതിയതായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ printfഉം അതേപോലെ തന്നെ scanfഉം യൂസ് ചെയ്യണം. അപ്പൊ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ അതിനെ ലിങ്ക് ചെയ്യാൻ ആ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ആ ഹെഡർ ഫയൽസിനെ ഈ printfഉം scanfഉം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. ഈ ഹാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രീ പ്രോസസർ ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, അപ്പൊ നമ്മള് ഒരു കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് ജസ്റ്റ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അപ്പോൾ ഇതാ ചെയ്തു. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും സക്സസ്ഫുൾ കമ്പൈലേഷൻ ആയിരിക്കും വരിക. സക്സസ്ഫുൾ കമ്പൈലേഷൻ. പക്ഷെ എന്താവും നമുക്ക് എക്സിക്യൂഷൻ എന്തായിരിക്കും, എക്സിക്യൂഷൻ ഫെയിൽ ആവും. എക്സിക്യൂഷൻ ഫെയിൽ ആവും. കാരണം ഇവിടെ എന്താണ് ഇവിടെ വരുന്നത് ലിങ്കർ എറർ ആണ് വരുന്നത്. കാരണം എന്താണ് ഈ പ്രിന്റ് എന്ന് പറഞ്ഞ സാധനം എവിടെ ഇല്ല, ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ ഓൾറെഡി ഇല്ല. കാരണം പ്രിന്റ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ല. ഒരു ഹെഡർ ഫയലിൽ കോൾ ചെയ്യുന്ന ലിങ്ക് ചെയ്യുന്ന സമയത്ത്
പ്രിന്റർ എന്നൊരു സാധനം ഇവിടെ ഉണ്ടാവില്ല, നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിൽ ഇല്ല. അതുകൊണ്ട് എന്തായിരിക്കും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ഈ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്ന സമയത്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എന്തായിരിക്കും ലിങ്കറിന് ആ ലൈബ്രറിയിലുള്ള പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്ക് എന്തായിരിക്കും നമ്മൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എക്സിക്യൂഷൻ എന്തായിരിക്കും നമ്മൾക്ക് എറർ ഇല്ല. ഈ കോഡ് എന്തായിരിക്കും ഓൾറെഡി അവൈലബിൾ ആയിരിക്കും ആ സ്റ്റാൻഡേർഡ് ലൈബ്രറീസിൽ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സ്ട്രിങ്ങിന്റെ സ്ട്രിങ് കമ്പാരിസൺ